ഹായ് മക്കളെ, നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഫുട്ബോൾ കളിച്ചില്ലെങ്കിലും നിങ്ങൾ ഫുട്ബോൾ കളി ജീവിതത്തിൽ കാണണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടാണ് അറിയോ? ഫുട്ബോൾ പോലെ ഒരു ഗെയിം രണ്ട് ഹാഫായിട്ടാണ് കളിക്കാറ്. ആദ്യത്തെ പകുതിയിൽ നമ്മൾ നന്നായി കളിച്ചാലും കളിച്ചില്ലെങ്കിലും രണ്ടാമത്തെ പകുതി അവസാനിക്കുന്ന സമയത്ത് രണ്ടാമത്തെ പകുതിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഫൈനൽ സ്കോർ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ലൈഫ് ഫുട്ബോൾ പോലെ തന്നെയാണ്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മളുടെ ആദ്യ പകുതി ചില കുട്ടികൾക്ക്, ചില ആളുകൾക്ക് നന്നായിട്ട് പോകാറുണ്ട്. എന്നാൽ രണ്ടാം പകുതി ചില കുട്ടികളുണ്ട് കൊളാക്കും. എന്നാൽ തിരിച്ചിന്തിച്ച് ഫുട്ബോൾ ചരിത്രത്തിൽ പലപ്പോഴായിട്ടും ലോകത്തെ ഞെട്ടിച്ച മിറാക്കുലസ് ആയിട്ടുള്ള പല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അത് വന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. ആദ്യ പകുതി തോറ്റമ്പി നിന്ന സമയത്ത് പോലും രണ്ടാം ഹാഫിൽ നന്നായി ഒന്ന് അറിഞ്ഞ് എഫേർട്ട് എടുത്ത് മനസ്സറിഞ്ഞ് കളിച്ചപ്പോൾ റിസൾട്ട് മാറ്റിമറിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ +1 ജീവിതം ഇതുപോലെ തന്നെയാണ്. ഇതുവരെ നിങ്ങളുടെ എന്തൊക്കെ തന്നെ സ്കോറിംഗ് ആയാലും, ഏതൊക്കെ തന്നെ പേപ്പറിൽ ഏതൊക്കെ തന്നെ മാർക്കാണെങ്കിലും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്തായിട്ടില്ല, നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആരാന്നോ ഏതാന്നോ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഫൈനൽ എക്സാം, അതായത് മാർച്ചിൽ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് നമ്മൾ അതിൽ ഓരോ പേപ്പറിൽ എഴുതി വാങ്ങാൻ പോകുന്ന മാർക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ +1 ജീവിതത്തിൻ്റെ ഫൈനലായിട്ട് നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഹാഫ് ബാക്കിയില്ലേ? മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യ ഹാഫായിട്ട് കാണാം. മോഡൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പല പാളിച്ചകളും വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോഡൽ എക്സാമിൻ്റെ ചില എക്സാംസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം തികയാത്ത പ്രശ്നം വരും. ചില സംഗതികൾ പഠിച്ചത് മറന്നുപോയിട്ടുണ്ട്, ചില സംഗതി പഠിച്ചത് എഴുതി വെക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതെല്ലാം എന്താണ്, ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. നമുക്കിപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് കിട്ടാൻ പോവുക. ആ ഷോർട്ട് ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഹാഫ് കളിക്കാൻ പോവുക. സെക്കൻഡ് ഹാഫിൽ നമ്മളൊന്ന് അറിഞ്ഞ് കളിച്ചാൽ നമുക്ക് റിസൾട്ട് മാറ്റിക്കൂടെ? റിസൾട്ട് മാറ്റാൻ പറ്റും മക്കളെ. നിങ്ങൾക്ക് റിസൾട്ട് മാറ്റാൻ ഇനിയും സമയമുണ്ട്. സമയമില്ല എന്ന് പറയുന്നവരുടെ ഞാൻ നിങ്ങളോട് ഒരു ഡാറ്റ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് സമയമില്ല എന്ന് നിങ്ങൾ വിചാരം എന്താണ് മക്കളെ, നിങ്ങൾ ഇത്രയും കാലം സമയം ഉണ്ടായിരുന്നു അല്ലേ? ഇനി സമയമില്ല എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുക, ഇനി നിങ്ങൾക്ക് സ്കൂളുണ്ടോ? സ്കൂളില്ല, നിങ്ങൾക്ക് സ്കൂളില്ല. 24 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സ്കൂളുകളിൽ വല്ലപ്പോഴും എന്താ സ്പെഷ്യൽ ക്ലാസ്സോ ഇനി മോഡലിലെ പേപ്പർ തരാനോ വിളിച്ചാൽ മേ ബി പോകാം. അതിനുപരി നിങ്ങൾക്ക് 24 മണിക്കൂർ കിട്ടുകയാണ്. അതിലൊരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ, ഒരു 2 മണിക്കൂർ ഫുഡ്, ബാക്കി എല്ലാ കാര്യത്തിനും മാറ്റി വെച്ചോ. എന്നാലും ഒരു 14 മണിക്കൂറൊക്കെ ഡെയിലി നിങ്ങൾ കണ്ടെത്തിക്കോട്ടെ. പോട്ടെ, ഒരു 12 മണിക്കൂർ കണ്ടെത്തിക്കോട്ടെ. ഇനി നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇനി എത്രത്തോളം ദിവസങ്ങൾ വരുന്നുണ്ട്. എക്സാമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയാൻ പറ്റും. ഇനി സമയമില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല മക്കളെ. നിങ്ങൾക്ക് സമയവും നിങ്ങളുടെ മുമ്പിൽ കയ്യിലുണ്ട് കേട്ടോ. അതായത് ഇനി സ്കൂളില്ലാത്തതും ഡെയിലി നിങ്ങൾക്ക് 12 to 14 മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിവെച്ച് അത് ഞാൻ പഠിക്കും, ആ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് മാത്രം നിങ്ങൾക്ക് മതി. ഇനി എങ്ങനെ പഠിക്കണം എന്നല്ലേ? എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഡിസ്ട്രാക്ഷൻസും വരും അല്ലേ? വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ പിശാച് നമ്മളെ തലയിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. നീ ഫോൺ എടുക്കുക, നീ ഗെയിം കളിക്കുക, നമുക്ക് പഴയ ടീമിൻ്റെ കൂടെ ഗെയിം കളിക്കാം, അല്ലെ കറങ്ങാൻ പോകാമെന്നൊക്കെ തോന്നും. മക്കൾ അതെല്ലാം മാറ്റി വെക്കണം. എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചാൽ ഈ ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ എത്ര തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ ഇനി ശ്രമിക്കേണ്ടത്. വേറെ ഒരു ടാക്ടിക്സ് നമ്മുടെ മുമ്പിലില്ല. ഇനി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ചില കുട്ടികൾ പറയാൻ ചാൻസ് ഉണ്ട്, സാറേ ഞാൻ ആ ചാപ്റ്ററിൻ്റെ മുഴുവൻ PYQs ചെയ്തു നോക്കി. നിങ്ങൾക്കറിയാം PYQs അല്ല ഇപ്പോൾ ചോദിക്കുന്നത്. അവർ പാറ്റേൺ മാറ്റി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ അവർ ആദ്യം എടുക്കുന്നത് PYQ ആണ്. എന്നിട്ട് കഴിഞ്ഞ 10ഓളം വർഷങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങളും ഇവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ ഈ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യങ്ങൾ മനഃപൂർവ്വം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ വെറും PYQ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കരുത്. അത് മേ ബി വർക്കാവില്ല. മാത്സിൻ്റെ കേസിൽ നിങ്ങൾ കണ്ടതാണ്, ഫിസിക്സിൻ്റെ കേസിലും പല ചോദ്യങ്ങളും പുതുതായിട്ട് വന്ന പാറ്റേണിലുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനി നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഫേർട്ട് എടുക്കണം. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മാക്സിമം നമ്പർ ചോദ്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ചെയ്ത എണ്ണൊന്നും പോരാടാ, അത് പോരാ. നിങ്ങൾക്ക് ഇപ്പോഴും മാത്സ് ടഫാണോ? പുതിയ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതിനർത്ഥം നിങ്ങൾ ചെയ്ത ചോദ്യത്തിൻ്റെ
എണ്ണം കുറവാന്ന് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി എഡ്യൂബോർഡ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. റാപ്പിഡ് റിവിഷൻ ബാച്ച് എഡ്യൂബോർഡിൻ്റെ എല്ലാ സമയത്തും ഫൈനൽ മൊമെന്റിൽ കേരളത്തിലുള്ള എല്ലാവരും പഠിച്ച് രക്ഷപ്പെടട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യാറ്. റാപ്പിഡ് റിവിഷൻ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അഫോർഡബിളാണ്. 699 എഡ്യൂബോർഡിൻ്റെ ആദ്യം തുടങ്ങിയ ബാച്ചിലൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു ബാച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല മക്കളെ. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫീസ് മാത്രമേ ഉള്ളൂ, 699. ഇനി ആ ഫീസിന് എന്തെല്ലാം കാര്യങ്ങളല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകൽ സമയത്തൊക്കെ നിങ്ങൾ ഫ്രീ ആണ്. ആ പകൽ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അഗ്രസീവായിട്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്ന ലൈവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്ച്വലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 25-നായിരുന്നു. ഇപ്പോൾ എക്സാം ഉള്ളതുകൊണ്ട് നമ്മൾ 26-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 26-ന് മാത്സ് ഡേ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടും. എന്നിട്ട് മാത്സ് നമ്മൾ രാവിലെ തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെ പോകുന്നു. ഫാക്കൽറ്റിയുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സൂം സെഷൻസ് ആയിരിക്കും ഇത്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നൊരു ഉച്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നെ വൈകിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് പഠിച്ചു നോക്കാനും എഡ്യൂബോർഡിൻ്റെ ആക്സസിൻ്റെ ആപ്പിൻ്റെ ഫുൾ ആക്സസ് നിങ്ങൾക്ക് തരികയാണ്. അതായത് മുമ്പുള്ള ഏത് ബാച്ചിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്, ഇൻക്ലൂഡിങ് മെൻറ്റർ സപ്പോർട്ട് പോലെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ദിവസം മാത്സ് ആണെങ്കിൽ ആ മാത്സിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. അതിൻ്റെ വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് അന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും ഈ ഒരു ബാച്ചിൻ്റെ കൂടെ. അപ്പോൾ ബാച്ചിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതുവരെ ഏത് ബാച്ചിൽ കൊടുത്തോ ആ ഫീച്ചർ എല്ലാം നിങ്ങൾക്ക് കിട്ടുകയാണ്, ഇൻക്ലൂഡിങ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. ഇനി മറ്റൊരു കാര്യം ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓൾറെഡി ഉള്ള ബാച്ചിലുള്ളവർക്ക് മക്കളെ ഫ്രീ ആണ് കേട്ടോ. ഓൾറെഡി നിങ്ങൾ എഡ്യൂബോർഡ് ഒരു ബാച്ചിലുള്ളവരാണ്, നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതിന് നിങ്ങൾ യാതൊരു ക്യാഷും തരണ്ട കേട്ടോ, നിങ്ങൾ അഡീഷണൽ ഫീസൊന്നും തരണ്ട. അപ്പോൾ ഈ ഒരു ബാച്ചിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്തുണ്ടാവും, എക്സ്ക്ലൂസീവ് ലൈവ് സെഷൻ ഉള്ള പോലെ തന്നെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്സസ് ടു റെക്കോർഡ് ക്ലാസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം ചോദ്യം ചെയ്യുമ്പോൾ ഇൻ കേസ് ഒരു ചാപ്റ്റർ ഒന്നും അറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ തിയറി വേണ്ടി വരും. ആ തിയറിയും അതിൻ്റെ വൺ ഷോട്ടും അതിൻ്റെ എക്സാംസും അഡീഷണൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ എഡ്യൂബോർഡ് ആപ്പിൽ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് വളരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വിട്ടുപോകണ്ട. 699 ആണ്. ഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. അതുകൊണ്ട് അത് കോൺഫിഡൻസിനാണ് ഞാൻ പറയുന്നത്. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ചില കുട്ടികൾ വിചാരിക്കും യൂട്യൂബ് മാത്രം കണ്ടുപഠിച്ചാൽ മതി. യൂട്യൂബിലുള്ള ചോദ്യങ്ങളൊക്കെ മെയിൻലി PYQs ആണ്. സത്യം പറയാലോ ഈ PYQs തന്നെയാണ് അത് നല്ല ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അഡീഷണൽ ചോദ്യങ്ങൾ കിട്ടാൻ ഇനി നിങ്ങൾ ചില ആൾക്കാർ അവസാന സമയത്ത് ഒരു 699 കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ പറയാം. അത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, പച്ചക്ക് പറയുന്നു. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതുവരെ കേട്ടവർക്ക് ഒരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. മാത്സ് അല്ല നിങ്ങളുടെ പ്രശ്നം, മാത്സ് നിങ്ങളുടെ ഫേവറേറ്റ് പ്രിൻസ് ക്രൂസൈഡർ സാർ, അതായത് മാത്സ് ക്രൂസൈഡർ പ്രിൻസ് എന്നാണ് സാറിൻ്റെ പേര്. സാർ ഒരു മാത്സിൻ്റെ കംപ്ലീറ്റ് സീരീസ് ചെയ്തിട്ടുണ്ട്. വൺ ഷോട്ട് സീരീസ് ആണ് ഇത്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാണ് കേട്ടോ. ഈ ഒരു ബാച്ച് മാത്രമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 999 എന്ന് പറഞ്ഞ ഫീസ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ആക്ച്വലി അഫോർഡബിൾ എന്താണ്, 699 നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്സസ് കിട്ടുകയാണ്. എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ ഫാക്കൽറ്റീസ് ക്ലാസ് കിട്ടാൻ പോവാണ്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് പറയുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യാം. സോ പഠിക്കുക കേട്ടോ. സോ കംബാക്ക് ഇനിയും മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.